ഹലോ. ഇന്ന് നല്ല പണിയാണ് കേട്ടോ. താമരപ്പൂവിൻ്റെ പിന്നിൽ ഇത്രയും ഹാർഡ് വർക്ക് വേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഇത് നമ്മുടെ താമരയുടെ ടബ്ബാണ്. ഒരു വർഷത്തോളമായിട്ട് അതിങ്ങനെ പൂത്തോണ്ടിരിക്കുമായിരുന്നു. അത് എന്നും പൂവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂവെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ കുറേ നാളായിട്ട് പൂവൊന്നുമില്ലാതെ അതിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് ഫുള്ളങ്ങ് റീസെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് ആദ്യം ആ അസോള നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അസോള ഫുള്ളത് ക്ലിയർ ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെ അതിനകത്ത് മീനുണ്ടായിരുന്നു. മീനുകളെല്ലാം പിടിച്ച് മാറ്റി. ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മാന്തി എടുക്കുവാണ്. ഇത് ശരിക്കും താമര നമ്മൾ പുറത്തുനിന്നല്ലേ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. മണ്ണിനടിയിൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനെ ഇത് ഫുള്ളിങ്ങനെ റൗണ്ടായിട്ടാണ്, അത് ഫുള്ള് കുറേ റൗണ്ടായിട്ടാണ് അതിങ്ങനെ കിടക്കുന്നത്. അത് ശരിക്കും എങ്ങനെ അത് ഇളക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല. ഫുള്ളിങ്ങനെ അടിയിൽ റൗണ്ടായിട്ട് ഇങ്ങനെ പിടിച്ച് കിടക്കുമായിരുന്നു. ആദ്യം ഇത് പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. ആദ്യം എനിക്കൊരു ട്യൂബർ കിട്ടിയതായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ബേസിൻ മേടിച്ചു. അതിനകത്ത് ചാണകപ്പൊടി, മണ്ണ് ഒക്കെ ഇട്ട് പിന്നെ ഈ ട്യൂബറും കൂടെ സെറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇതിപ്പം നമ്മൾ ഇളക്കി മാറ്റി വയ്ക്കുന്നതുകൊണ്ട് കുറച്ച് വർക്ക് കൂടുതലാണ്. ഈ മണ്ണ് ഫുള്ള് ഇതിൽ നിന്ന് മാറ്റണം. പിന്നെ ഈ സംഭവം ഈ റൗണ്ട് ഷേപ്പിനുള്ളത് ഇതിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി ചുറ്റി കിടക്കുകയാണ് അതിൻ്റെ ട്യൂബറെ. അപ്പോൾ അത് എങ്ങനെ എടുക്കണോ എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ അതുമായിട്ടുള്ള മൽപ്പിടുത്തത്തിന് ശേഷം അവസാനം എങ്ങനെയൊക്കെയോ അത് പുറത്തെടുത്തു. ബാക്കി പിന്നെ മണ്ണൊക്കെ പിന്നെ കോരി കളഞ്ഞ് ക്ലിയർ ചെയ്യുകയാണ്. ഈ മണ്ണ് ഫുള്ള് ബേസിനിൽ നിന്ന് കോരി കളയുന്നത് ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ബേസിന് ഇതുപോലെ പായൽ പിടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അത് നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ നമ്മൾ ഈ വെയിലത്ത് വെക്കുന്ന കാരണം എന്തായാലും അതിൽ പായൽ പിടിക്കും. വെള്ളം കുറച്ച് നാൾ വെയിലത്തിരിക്കുമ്പോഴത്തേക്ക് അതിൽ പായൽ വരാൻ തുടങ്ങും. അപ്പം നമ്മൾ എത്രയൊക്കെ നോക്കിയാലും അത് പായൽ പിടിക്കും. അതിൽ നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ സൺലൈറ്റ് ഇല്ലാതെ താമര വിരിയത്തുമില്ല. താമരയ്ക്ക് നല്ല സൺലൈറ്റ് വേണം. പിന്നെ അതിൽ നിന്നൊരു ചെറിയ ട്യൂബർ ഇതുപോലെ ഇളക്കിയെടുത്തു. ഇതുപോലെ ചെറിയൊരു മണ്ണിനകത്ത് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഒരുപാട് താത്തൊന്നും പ്രസ് ചെയ്തൊന്നും വെക്കേണ്ട. ജസ്റ്റ് ഒന്ന് വെച്ച് ഇത്തിരി മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ഇതുപോലൊരു ഇലയോ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് വെള്ളം കലങ്ങത്തില്ല. നല്ല ക്ലിയറായിട്ട് കിടക്കും വെള്ളം. പിന്നെ ഇത് കഴിഞ്ഞ് മീനെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ താമരപ്പൂവിൻ്റെ വീഡിയോസ് നേരത്തെ ഉള്ളത് എൻ്റെ ഇതിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. എന്തെങ്കിലും താമരപ്പൂവിൻ്റെ വീഡിയോ കാണണമെന്നുള്ളവർ അതിൽ ഈ ചാനലിൽ തന്നെ ഉണ്ട്.